മയക്കം കുറഞ്ഞ റോഡരികിലൂടെ കേടായ സ്കൂട്ടറും ഉരുട്ടി നടക്കുമ്പോഴാണ് സമാന ദിശയിലേക്ക് എന്നെയും കടന്നൊരു ഓട്ടോ പോയത്. വലിയ ദൂരത്തല്ലാതെ അത് നിൽക്കുകയും ചെയ്തു. ഇറങ്ങി വന്നത് എന്റെ പ്രായത്തിലുള്ള പെണ്ണൊരുത്തിയായിരുന്നു. ഓട്ടോയെ പറഞ്ഞയച്ച് അവൾ അടുത്തേക്ക് വരികയാണ്. മുന്നിൽ നിന്നിട്ടും വലിയ മുൻപരിചയമൊന്നും എനിക്ക് തോന്നിയില്ല. ശ്യാമയല്ലേ? എന്നെ അറിയോ? കൂടുതൽ ശ്രദ്ധിച്ചിട്ടും ആളെ എനിക്ക് മനസ്സിലായില്ല. എന്തായാലും എന്നെ അറിയുന്ന ആരോ ആണ്. പേര് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. കോളേജ് പഠനകാലത്തെ മിക്കവരെയും ഞാൻ ആവർത്തിച്ചോർത്തു. രക്ഷയില്ല. ഒടുവിൽ തോൽവി സമ്മതിക്കായിരുന്നു. ഇല്ല, മനസ്സിലായില്ല. പേര്? സ്കൂട്ടർ തള്ളുന്ന നിർത്തി അല്പം പുഞ്ചിരിയോടെയാണ് ഞാനത് പറഞ്ഞതും ചോദിച്ചതും. അതുവരെ പരിചയം പുതുക്കാൻ വന്ന ഭാവത്തിൽ നിന്ന പെണ്ണിന്റെ മുഖം പതിയെ ആ നേരം മാറി. എന്നെ അറിയില്ല അല്ലേ? പോ. അവളുടെ ആ പറച്ചിലും ഭാവവ്യത്യാസവും എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. വൈകുന്നേര വെയിലിന്റെ മഞ്ഞ വെളിച്ചം ഊർന്നു വീണ റോഡിലൂടെ സ്കൂട്ടർ ഉരുട്ടുന്ന ധൃതിയിൽ ഞാൻ തുടർന്നു. പരിസരത്തൊന്നും ആരുമില്ല. കടന്നാക്രമിച്ചാലോ കത്തിയെടുത്ത് കുത്തിയാലോ പോലും ആരും അറിയാൻ പോകുന്നില്ല. തിരിഞ്ഞു നോക്കിയപ്പോൾ തല പോലും അനക്കാതെ അവൾ അതേടുത്ത് നിൽക്കുകയാണ്. ആരായിരിക്കും അത്? സ്വയം ചോദിച്ചു വിളറിയിരിക്കുകയാണ് ഞാൻ. ഹാൻഡിലും പിടിച്ചുള്ള നടത്തത്തിന്റെ ഭയത്തിന്റെ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞ് കൈനീളത്തിൽ വീഴുന്നുണ്ട്. ജീവിതത്തിൽ ഇടപെട്ട ഒരുവിധ മനുഷ്യരെയൊക്കെ ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അവരിൽ ആരും ഇങ്ങനെയൊരു മുഖം. ചിലപ്പോൾ ആള് മാറിയതായിരിക്കും. ലോകത്തിൽ എനിക്ക് മാത്രമല്ലല്ലോ ശ്യാമ എന്ന പേരുള്ളത്. അങ്ങനെ ചിന്തിച്ചപ്പോൾ ഇത്തിരി ആശ്വാസം തോന്നി. ആ ശ്വാസം ഒന്നുകൂടി വെറുതെ ഞാൻ തിരിഞ്ഞു നോക്കുകയാണ്. അമ്മേ! ഉൾവിറയിലൂടെയാണ് അങ്ങനെ ഒരു ശബ്ദം എന്നിൽ നിന്നും പുറത്തേക്ക് വന്നത്. അതേ ഭാവത്തിൽ ആ പെണ്ണ് മുന്നിൽ നിൽക്കുന്നു. ഞാൻ ഭയപ്പെട്ട് കണ്ടിട്ടാണോ ആള് മാറിയെന്ന് അറിയാഞ്ഞിട്ടാണോ അറിയില്ല, അവളുടെ ഭാവം പതിയെ സാധാരണതയിലേക്ക് മാറി. സോറി, ഞാൻ ഉദ്ദേശിച്ച ശ്യാമ നിങ്ങളായിരിക്കില്ല. വർഷങ്ങൾക്ക് മുൻപുള്ളൊരു ബന്ധമായിരുന്നു. സേലത്തെ വിനായക കോളേജിൽ വെച്ച്. മാറ്, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ ആ പെണ്ണ് സ്കൂട്ടറിന്റെ ഹാൻഡിൽ പിടിച്ച് തള്ളാൻ തുടങ്ങി. എനിക്ക് ഒരടി മുന്നോട്ട് നീങ്ങാൻ പറ്റിയില്ല. സേലത്തെ വിനായക കോളേജ് എന്ന ശബ്ദം പല ആവർത്തി തലയിൽ മുഴങ്ങുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാനും ആ കോളേജിൽ തന്നെയാണ് പഠിച്ചതെന്ന് പറയേണ്ടി വരും. എന്നിട്ടും എന്റെ സ്കൂട്ടർ മുരുട്ടി മുന്നിൽ പോകുന്ന ആ പെണ്ണിനെ എനിക്ക് മനസ്സിലായതേയില്ല. ഹലോ, വരുന്നില്ലേ? തിരിഞ്ഞു നോക്കി അവള് നീട്ടി ചോദിച്ചു. ഏതോ ഒരു സ്വപ്നലോകത്തിൽ നിന്ന് ഉണർന്ന് തലകുലുക്കത്തോടെ ഞാൻ മുന്നോട്ടേക്ക് നടന്നു. ഒപ്പം എത്തുന്നത് വരെ അവൾ നിന്നിരുന്നു. ഭയപ്പാട് നിലയ്ക്കാത്തത് കൊണ്ടായിരിക്കാം ഞാനും അതേ കോളേജിലാണ് പഠിച്ചതെന്ന് പറയാൻ എനിക്ക് സാധിക്കാതിരുന്നത്. മറ്റൊന്നും ചോദിക്കാനും സാധിച്ചില്ല. ഇത്രയും വർഷങ്ങളായിട്ടും കൃത്യമായി എന്നെ തിരിച്ചറിഞ്ഞവളെ കണ്ടുപിടിക്കാൻ സാധിക്കാതെ തല നടത്തത്തിലും അതീവ ലജ്ജാലുവായി താഴ്ന്നു. കുടിക്കോ? ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാവാത്ത വിധം എന്റെ നോട്ടം ഉണർന്നപ്പോൾ മദ്യപിക്കുമോ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് അവൾ വ്യക്തമാക്കി. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പെണ്ണ് നിൽക്കുകയും സ്കൂട്ടറിന്റെ ഹാൻഡിൽ പിടിക്കുന്ന ആംഗ്യവും കാട്ടി. തുടർന്ന് താൻ കുടിക്കുമെന്ന് പറഞ്ഞ് തോളിൽ കോർത്ത ബാഗ് തുറക്കുന്നുണ്ടായിരുന്നു. വെള്ളമുണ്ടോ? റോഡരികിൽ നിർത്തി സ്കൂട്ടറിന്റെ സീറ്റിലേക്ക് പാതിയോളം തീർന്നൊരു കുപ്പിയെടുത്ത് വെച്ചായിരുന്നു ആ ചോദ്യം. ഞാൻ മിണ്ടിയില്ല. വെള്ളമില്ലെങ്കിലും സാരമില്ല, എനിക്ക് ഡ്രൈ ആണ് ഇഷ്ടം എന്നും പറഞ്ഞ് അവൾ ആ കുപ്പിയിൽ നിന്നും കാൽ കവിൾക്ക് മദ്യം തൊണ്ടയിലേക്ക് ഒഴിച്ചു. ശേഷം താൻ മുഴുക്കുടിയെത്തിയാണെന്ന ഭാവത്തിൽ തല കുടഞ്ഞു. തുടർന്ന് വേണോ എന്ന് ചോദിച്ച് എന്റെ കണ്ണുകളിലേക്ക് നീട്ടി. കുപ്പി മൂക്കിലേക്ക് മുട്ടിയാലോന്ന് വരെ സംശയിച്ച നിമിഷമായിരുന്നു അത്. നിങ്ങളിത് എന്തായി കാണിക്കുന്നത്? വളരെ മുഷിച്ചിലോടെയാണ് ഞാനത് പറഞ്ഞത്. തുടർന്ന് സ്കൂട്ടർ ഉരുട്ടി ചലിക്കുകയും ചെയ്തു. ഇത്തവണ ഭയമായിരുന്നില്ല തോന്നിയത്, ഓർമ്മകൾ വെളിച്ചം വീണിരിക്കുന്നു. സേലത്തെ കോളേജ് ഹോസ്റ്റൽ വെച്ച് മദ്യപിച്ച് എത്രയോ രാത്രികൾ ഉള്ളിൽ തിങ്ങി നിന്നു. അതിൽ അവളുടെ മുഖം എവിടെയാണെന്ന് മനസ്സ് തിരയുകയായിരുന്നു. മദ്യലഹരിയിൽ ജൂനിയർ പിള്ളേരുടെ മുറികളിൽ കയറി ഇറങ്ങിയ നാളുകളിലേക്ക് തല നങ്കൂരമിട്ടു. അവസാന വർഷം പഠിക്കുമ്പോൾ ആണെന്ന് തോന്നുന്നു. ഒന്നാം വർഷക്കാരുടെ മുറിയിൽ അനുവാദമില്ലാതെ പ്രവേശിച്ച് പെർഫ്യൂം, ഫേഷ്യൽ ക്രീമുകളൊക്കെ പിടിച്ചെടുത്ത് രാത്രി തെളിയിക്കുകയാണ്. ഞാനടക്കം 4 പേരായിരുന്നു. എല്ലാവരുടെയും കൈകളിലും കുടിച്ചു തീരാറായ ബിയർ ബോട്ടിലും ഉണ്ടായിരുന്നു. ഒടുവിൽ ചെന്ന് കയറിയ മുറിയിൽ നിന്നും ഒരുത്തി പുറത്തേക്ക് പോകാൻ ഞങ്ങളോട് പറഞ്ഞു. അവൾ ഒരിക്കലും ആ രാത്രിയെ മറന്നു കാണില്ല. വേണ്ട, വിട്. വാർഡൻ, വാർഡൻ, സംബഡി പ്ലീസ് ഹെൽപ്പ് മീ. ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്ന വാർഡന്റെ കാതുകളിലേക്കൊന്നും ആ ജൂനിയർ പെണ്ണിന്റെ ശബ്ദം എത്തിയില്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. മുറിയിലെ കൂടിയവരെല്ലാം പിടിച്ച് പുറത്താക്കി കഥ കടയ്ക്കുകയും കൂടി ചെയ്തപ്പോൾ പെണ്ണ് പേടിച്ചു. തുടക്കത്തിൽ എതിർക്കാൻ കാണിച്ച ധൈര്യമെല്ലാം ഇറങ്ങിപ്പോയ അവൾ ഇപ്പോൾ തൊഴുതു നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഹരം പിടിച്ചു. കൈകളിലുണ്ടായിരുന്ന ബിയർ അവളെ ബലമായി കുടിപ്പിക്കുമ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചിരുന്നു. തമാശയെന്നോണം അവളുടെ ചുണ്ടുകൾ ചുംബിക്കുകയും മുല്ലയിൽ അമർത്തി പിടിക്കുകയും ചെയ്തു. ആ ചെയ്തികളെല്ലാം മൊബൈലിൽ പകർത്തി കോളേജ് ഗ്രൂപ്പിലിടുകയും ചെയ്തു. ഹോസ്റ്റൽ പെൺപിള്ളേരുടെ അഴിഞ്ഞാട്ടം എന്ന തലക്കെട്ടോടെ പിറ്റേന്ന് ആ ദൃശ്യം ലോകത്തിലുള്ള ആർക്ക് വേണമെങ്കിലും കാണാൻ പാകം പ്രചരിക്കപ്പെട്ടു. അതിൽ ജൂനിയർ പെണ്ണിന്റെ മുഖം മാത്രമേ തെളിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മാത്രം ഞങ്ങൾ 4 പേരും മാനപരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. പിന്നീട് ആ ജൂനിയർ പെണ്ണിനെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ശരിയാണ്, ഇത് അവൾ തന്നെ. പക്ഷെ പേര്?
എത്ര ശ്രമിച്ചിട്ടും പേര് ഓർത്തെടുക്കാൻ എനിക്ക് സാധിച്ചില്ല. വിട്ടുപോയെന്ന് കരുതിയ ഭയം പൂർവാധികം ശക്തിയോടെ വീണ്ടും എന്നിൽ പ്രവേശിച്ചു. എന്നിരുന്നാലും ഉൾവറയിലൂടെ അവളെ ഞാൻ തിരിഞ്ഞു നോക്കുകയാണ്. അമ്മേ! ഭയപ്പാടിന്റെ ശബ്ദം ആവർത്തിക്കപ്പെട്ടു. ചിരിച്ച മുഖത്തോടെ കൺമുന്നിൽ അവൾ നിൽക്കുകയാണ്. ഹൃദയമിടിപ്പ് കൂടുന്നത് അറിയുന്നുണ്ട്. ധൃതിയിൽ സ്കൂട്ടർ മുന്നോട്ടേക്ക് ഉരുട്ടി ഞാൻ വല്ലാതെ കിതയ്ക്കുന്നുമുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഓടിയെത്താൻ പാകത്തിലൊരു അകലം സൂക്ഷിച്ച് അവൾ പിന്തുടരുകയാണ്. സായാഹ്ന വെയിലിലേക്ക് ഇരുട്ട് കലരുകയാണ്. തീർച്ചയായും അവൾ പകരം വീട്ടാൻ വന്നതായിരിക്കും. അധികമൊന്നും ആൾക്കാരില്ലാത്ത ഈ പ്രദേശത്ത് വെച്ച് കൊല്ലപ്പെടുമോ എന്ന് പോലും ഞാൻ ഭയന്നു. വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ കാണാനില്ല. എവിടെ പോയെന്ന സൂചന പോലുമില്ല. അടുത്ത വളവ് കൂടി കഴിഞ്ഞാൽ വീടെത്തും. വെപ്രാളത്തോടെ സ്കൂട്ടർ മുരുട്ടി തുടർന്നാൽ ഞാൻ ഓടുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ തുടക്കത്തിൽ ഭർത്താവിനോട് ഈ വിഷയമെല്ലാം ഒരു തമാശയോട് ഞാൻ പറഞ്ഞിരുന്നു. അതിലൽപ്പം കുറ്റബോധവും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും തെറ്റാകില്ല. ആ ബോധം യാതൊന്നും തിരുത്തില്ലെന്ന് അറിയുന്നത് കൊണ്ട് ന്യായീകരിക്കുന്നതല്ല. പറ്റിപ്പോയി. പരിഹാരമായി ചാകാൻ പറ്റൂ. ഇത്രയും കടുത്ത ഭാവത്തിൽ എന്നോട് ഇടപെടണമെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം അവർക്ക് ജീവിതം നഷ്ടമായിട്ടുണ്ടായിരിക്കണം. വീടെത്തി. സ്കൂട്ടർ നിർത്തി ഞാൻ അകത്തേക്ക് പ്രവേശിച്ചു. ഭർത്താവും മോളും TV കണ്ട് ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഭാവം കണ്ടപ്പോൾ എന്തു പറ്റിയെന്ന് രണ്ടുപേരും ചോദിച്ചു. ഞാൻ വിശദീകരിച്ചു. ഇതാണോ വലിയ ആനക്കാര്യമെന്ന് പറഞ്ഞ് ഭർത്താവ് അതിനെ നിസ്സാരപ്പെടുത്തുകയായിരുന്നു. എൻ്റെ ശ്വാസം അപ്പോഴും സാധാരണ ഗതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും അങ്ങേർക്കത് പറയാം. പൂർവ്വകാലത്തിന്റെ പാപങ്ങൾ പിന്തുടരാൻ പാകം നിന്ന് കൊടുക്കേണ്ടി വരുന്ന പ്രാണന്റെ അവസ്ഥ ദയനീയമാണ്. എപ്പോൾ വേണമെങ്കിലും പേര് മറന്നുപോയ മുഖം മുന്നിൽ തെളിയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുതന്നെ ആയിരിക്കണം എനിക്കായി കാലം കാത്തുവെച്ച ശിക്ഷയും. പാകമല്ലാത്ത പ്രായത്തിലാണെന്ന് പറഞ്ഞാലും തെറ്റായ ചെയ്തികളെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നാൾ വഴിയിൽ നിന്ന് തിരിഞ്ഞ് കൊത്തുമെന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ? കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്